ജീവികളും പരിസരവും ആയുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനം. പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ ഇക്കോളജി. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹേക്കൽ. ഇക്കോളജിയുടെ പഴയ പേര് ബൈനോമിക്സ്. വാസസ്ഥലം എന്നർത്ഥം വരുന്ന ഓയ്ക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കോളജി എന്ന പദം ഉത്ഭവിച്ചത്. പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസം ജൂൺ 5. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് റാംഡിയോ മിശ്ര. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോണമി എന്ന പുസ്തകം എഴുതിയത് റാംഡിയോ മിശ്ര. പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് യൂജിൻ പി ഓഡം. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് റേച്ചൽ കഴ്സൺ. ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ വാൾട്ടർ ജി റോസൻ. ഫണ്ടമെന്റൽസ് ഓഫ് ഇക്കോളജി എന്ന പുസ്തകം എഴുതിയത് യൂജിൻ പി ഓഡം. മനുഷ്യനിർമ്മിതമായ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഇക്കോളജിയെ ഏതു പേരിലാണ് പഠനം നടത്തിയത്? ബയോജിയോഗ്രഫി. അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിൻ്റെ പുസ്തകം കോസ്മോസ്, എ സ്കെച്ച് ഓഫ് ദ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ യൂണിവേഴ്സ്. റേച്ചൽ കഴ്സണിൻ്റെ വിഖ്യാത ഗ്രന്ഥം സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം. പരിസ്ഥിതി മലിനീകരണം തടയുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമം പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ വർഷം 1974. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം കേരളം. ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമാകുന്ന വാതകങ്ങൾ കാർബൺ ഡയോക്സൈഡ്, മീഥേൻ. ഹരിതഗൃഹവാതകങ്ങൾ. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. 1991 ഉപഭോക്താക്കൾക്ക് എളുപ്പം പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാനായി ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച ഇക്കോ ലേബലിംഗ് പദ്ധതി ഇക്കോമാർക്ക്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് നേതൃത്വം നൽകുന്ന സംഘടന UNEP. UNEPയുടെ ആസ്ഥാനം നെയ്റോബി, കെനിയ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡെറാഡൂൺ. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ച വർഷം 1992. 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായത് ദക്ഷിണ കൊറിയ. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22. ഇന്ത്യയുടെ ധാനിപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് കല്ലേൽ പോക്കൂടൻ. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം വേപ്പ്. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ആന. കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധാ പട്കർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ. ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം കുങ്കുമപ്പൂവ്. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം വേപ്പ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. പരിണാമത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ഡാർവിൻ. കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അനിമോമീറ്റർ.
ഭൂകമ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഒരു ഭൂമി മാത്രം. ഇന്ത്യ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച വർഷം 2018. ജൈവ വൈവിധ്യം രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല കാസർഗോഡ്. കേരളത്തിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനം ഇരവികുളം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന. സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം നടന്ന വർഷം 1972. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN.